ഗാസയിലെ ഇസ്രായേൽ ബന്ദികളെ ഉടൻ തന്നെ മോചിപ്പിക്കണമെന്ന അന്ത്യശാസനം ഹമാസിന് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒറ്റത്തവണയായി മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കണം. പിന്നാലെ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതശരീരവും ഇസ്രായേലിന് കൈമാറണം. അതിനി സമയപരിധി നിശ്ചയിച്ച് നൽകാനാകില്ല. ഇതിൽ യാതൊരു ദാക്ഷിണ്യവുമില്ലെന്നും ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ പിന്നീട് നരകതുല്യമായ അനുഭവമായിരിക്കും ഹമാസിനുണ്ടാവുകയെന്നും ഇനിയൊരു മുന്നറിയിപ്പ്, ഇനിയൊരു സാവകാശം ഹമാസിന് നൽകുന്ന ഒരു പരിപാടിയുമില്ലെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. വൈറ്റ് ഹൗസിൽ ഹമാസിൻ്റെ പക്കൽ നിന്ന് മോചിതരായ 8 ഇസ്രായേലി ബന്ദികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഹമാസിൻ്റെ നേതൃത്വത്തിന് അതിശക്തമായ മുന്നറിയിപ്പും താക്കീതും അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം അവസാനിച്ചു. അതിനുശേഷം ബന്ദികളെ മോചിപ്പിക്കാൻ ഇതുവരെ ഹമാസ് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവസാന അന്ത്യശാസനം ഇപ്പോൾ ഹമാസിന് ലഭിച്ചിരിക്കുന്നത്. ഒറ്റത്തവണയായി മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണം. അത് പിന്നീടല്ല, ഉടൻ തന്നെ. അതിന് സമയപരിധിയോ സാവകാശമോ ഹമാസിന് നൽകാനാകില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ ജീവനോടെയുള്ള മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് കൈമാറണം. തൊട്ടു പിന്നാലെ നിങ്ങൾ കൊലപ്പെടുത്തിയ ബന്ദികളാക്കപ്പെട്ട ആളുകളുടെ മൃതശരീരങ്ങളും നിങ്ങൾ ഇസ്രായേലിന് കൈമാറണം. അല്ലാത്ത പക്ഷം ഹമാസിനെതിരെ അമേരിക്കയുടെ സൈനിക നടപടി ഉടനുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് കോപാകുലനാണ്. ട്രംപിൻ്റെ വാക്കുകൾ വെറുതെയാകില്ല. ഹമാസിൻ്റെ ദുരിതകാലം ആരംഭിക്കാനിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടതുപോലെ മുഴുവൻ ബന്ദികളെയും ഒറ്റത്തവണയായി വിട്ടയക്കണം എന്നാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. മാർക്കോ റൂബിയോയുടെ വാക്കുകൾ ശരിയാണെങ്കിൽ അമേരിക്ക ഗാസയിലേക്ക് ഹമാസിനെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഇസ്രായേലിന് പിന്തുണയുമായല്ല, മറിച്ച് ഗാസയിലെ ഹമാസിൻ്റെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കാനും ഗാസയിൽ നിന്ന് പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കുന്നതിൻ്റെ തുടക്കമിടാനുമുള്ള വമ്പൻ യുദ്ധമാണിപ്പോൾ അമേരിക്ക ആരംഭിക്കാൻ പോകുന്നത്. ഗാസയിൽ ഹമാസിനെതിരെ ഒരുപക്ഷെ ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ മാർക്കോ റൂബിയോ നൽകിയിരിക്കുന്നു. ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ അമേരിക്ക ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. $11 ബില്യൺ ആയുധ കച്ചവടവുമാണ് ഇസ്രായേലും US-നും ഇടയിൽ നടന്നത്. അതിൽ തന്നെ ഏകദേശം ആയിരക്കണക്കിന് 2000 പൗണ്ട് ഭാരമുള്ള ബോംബുകൾ, അതായത് അതിമാരകമായ പ്രഹരശേഷിയുള്ള ബോംബുകൾ, ഇട്ടാൽ തന്നെ ഒരു ഭൂപ്രദേശമാകെ തകർക്കാൻ ശക്തിയുള്ള ബോംബുകൾ, ഒരു പർവ്വതത്തെ പോലും തവിടുപൊടിയാക്കാൻ കഴിവുള്ള ബോംബുകൾ. ആ ബോംബുകളാണ് ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്ക കൈമാറിയിരിക്കുന്നത്. അക്കാര്യം കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേൽ എല്ലാം കൊണ്ടും സുസജ്ജമാണ്, അതിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ: ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിച്ച ശേഷം കീഴടങ്ങുക, അല്ലെങ്കിൽ ഗാസ വിട്ടു പോവുക. ഗാസയിൽ ഇനി ഹമാസിൻ്റെ പൊടി പോലും ഞങ്ങൾ അവശേഷിക്കില്ല. അടിയന്തരമായി ബന്ദികളെ വിട്ടയച്ചാൽ ഗാസയിലേക്ക് അമേരിക്കൻ സേന എത്തിച്ചേരില്ല. ബന്ദികളെ പൂർണ്ണമായും ഉടനടി വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിലേക്ക് അമേരിക്കൻ സേന കടന്നു വരും. അമേരിക്കയുടെ പടയാളികൾ ഗാസയിലേക്ക് എത്തിയാൽ ഒരൊറ്റ ഹമാസ് ഭീകരനെ പോലും ജീവനോടെ അവശേഷിപ്പിക്കില്ലെന്ന വമ്പൻ മുന്നറിയിപ്പ്. ഇതാദ്യമായിട്ടല്ല ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനു മുൻപ് പലതവണ അദ്ദേഹം നൽകിയിരുന്നു. എന്നാൽ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ കാഠിന്യവും ഒരു കാര്യം വ്യക്തമാക്കുന്നു: ഹമാസിന് ഇനി ഒരവസരം കൂടി നൽകാൻ അമേരിക്ക തയ്യാറല്ല. ഹമാസിനെ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കും ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു അന്ത്യശാസനം ഹമാസ് ചെവിക്കൊണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇസ്രായേലിന് മുമ്പേ ഹമാസിനെ അമേരിക്ക ആക്രമിക്കും. ഗാസയിലേക്ക് അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടാകും. അമേരിക്കയുടെ ജവാന്മാർ, അമേരിക്കയുടെ സൈനികർ ഗാസയിലേക്ക് ഇറങ്ങും. ഹമാസിനെതിരെ നേരിട്ട് അമേരിക്കയുടെ യുദ്ധമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒന്നുകൂടി ഊന്നി പറഞ്ഞത്: ഞങ്ങളുടെ പ്രസിഡന്റ് വെറും വാക്ക് പറയാറില്ല. ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞ വാക്ക് ഗൗരവത്തോടെ ഹമാസ് ഏറ്റെടുക്കണം.
ഹമാസിൻ്റെ നേതൃത്വത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. നേതാക്കന്മാർ കൃത്യമായ നിലപാട് സ്വീകരിച്ചാൽ ഹമാസിൻ്റെ പേരെങ്കിലും അവശേഷിക്കും, അല്ലെങ്കിൽ ഹമാസിനെ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ അമേരിക്ക പ്രതിജ്ഞയെടുക്കുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ. 6 ആഴ്ച നീണ്ടുനിന്നതായിരുന്നു ആദ്യഘട്ട വെടിനിർത്തൽ. ആ വെടിനിർത്തൽ കരാർ മാർച്ച് 1-ാം തീയതി അവസാനിച്ചു. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ പുതിയൊരു നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വച്ചു. 1 മാസം അല്ലെങ്കിൽ 6 ആഴ്ച കൂടി വെടിനിർത്തൽ കരാർ തുടർന്നു പോകാം. ഒന്നുകിൽ റംസാൻ ദിനത്തിൻ്റെ അന്ന് വരെ, അല്ലെങ്കിൽ ഏപ്രിൽ മാസം 16-ാം തീയതി വരെ. അങ്ങനെ ആ കാലപരിധിക്കുള്ളിൽ ജീവനോടെയുള്ള മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിലേക്ക് ഹമാസ് തിരികെ നൽകണം. ഒന്നുകിൽ ഈ കരാർ പ്രാബല്യത്തിൽ വരുന്ന ആദ്യ ദിവസം പകുതി ബന്ദികളെ, അവസാന ദിവസം ബാക്കി പകുതി ബന്ദികളെ, അല്ലെങ്കിൽ ആദ്യഘട്ട വെടിനിർത്തൽ കരാറിനെ പോലെ എല്ലാ ശനിയാഴ്ചകളിലും ഇത്രത്തോളം ക്ലിപ്തമായ നമ്പർ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം. ഇതായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഒരു നിബന്ധന. എന്നാൽ പാടെ ആ നിബന്ധന തള്ളിക്കളയുകയായിരുന്നു ഹമാസ് ചെയ്തത്. അതിനുശേഷം ഈ വെടിനിർത്തൽ കരാർ സംബന്ധിച്ചോ ബന്ദിമോചനം സംബന്ധിച്ചോ ഇതുവരെ ഒരു ചർച്ച നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഹമാസിനെതിരെ ഗാസയിലേക്ക് യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇസ്രായേൽ ആരംഭിച്ചു. ഗാസ അതിർത്തിയിലേക്ക് ഇസ്രായേലിൻ്റെ വലിയ ഒരു പടപ്പുറപ്പാട് നടന്നു. പീരങ്കിപ്പടയടക്കം ഗാസ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് വലിയ ഭീഷണി ഇസ്രായേലിന് നേരെ ഈജിപ്തും അതുപോലെ തന്നെ ഇറാനുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ അമേരിക്കൻ പ്രസിഡന്റിനെ വൈറ്റ് ഹൗസിലെത്തി കാണുന്നത്. അവരുടെ ദുരിതപൂർണമായ അനുഭവം കേട്ട ഡൊണാൾഡ് ട്രംപ് ഉടൻ തന്നെ ഹമാസിന് അന്ത്യശാസനം നൽകുകയാണ്. ബാക്കിയുള്ള ജീവനോടെയുള്ള മുഴുവൻ ബന്ദികളെയും ഒറ്റത്തവണയായി ഉടനടി ഇസ്രായേലിന് കൈമാറണം, അവരെ മോചിപ്പിക്കണം. അതിനി സമയമോ കാലതാമസമോ സമയപരിധിയോ അമേരിക്ക നൽകുന്നില്ല. അല്ലാത്ത പക്ഷം ഉടനടി ഹമാസിനെതിരെ അമേരിക്കയുടെ യുദ്ധമുണ്ടാകും. ഇതാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ശനിയാഴ്ച വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം അവസാനിച്ചു. അതിനുശേഷം ബന്ദികളെ മോചിപ്പിക്കാൻ ഇതുവരെ ഹമാസ് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവസാന അന്ത്യശാസനം ഇപ്പോൾ ഹമാസിന് ലഭിച്ചിരിക്കുന്നത്. ഒറ്റത്തവണയായി മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണം. അത് പിന്നീടല്ല, ഉടൻ തന്നെ. അതിന് സമയപരിധിയോ സാവകാശമോ ഹമാസിന് നൽകാനാകില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ ജീവനോടെയുള്ള മുഴുവൻ ബന്ദികളെയും ഇസ്രായേലിന് കൈമാറണം. തൊട്ടു പിന്നാലെ നിങ്ങൾ കൊലപ്പെടുത്തിയ ബന്ദികളാക്കപ്പെട്ട ആളുകളുടെ മൃതശരീരങ്ങളും നിങ്ങൾ ഇസ്രായേലിന് കൈമാറണം. അല്ലാത്ത പക്ഷം ഹമാസിനെതിരെ അമേരിക്കയുടെ സൈനിക നടപടി ഉടനുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്.